ചേച്ചി, ഋഷിയും നന്ദേട്ടനും തമ്മിൽ വഴക്കുണ്ടായി. നന്ദേട്ടൻ തല്ലിയപ്പോ ഋഷി വീഴുകയും ചെയ്തു. അതുവരെ എല്ലാം ശരിയാ. ബാക്കി നമ്മൾ കേട്ടത് പറഞ്ഞതൊക്കെ ഒരു വൃത്തികെട്ട ഗൂഢാലോചനയുടെ ഫലവാ. ആ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാ നന്ദേട്ടൻ. നന്ദേട്ടൻ മാത്രമല്ല, ചേച്ചിയും ചന്ദ്രോത്തുകാരും നമ്മളും ഒക്കെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? ഇല്ല. ശരി, എന്നാ നിങ്ങളാരും വിശ്വസിക്കണ്ട. അവള് വെറുതെ പറയാന്ന് എനിക്ക് തോന്നേ. അമ്മേ, ശാരിക പറയുന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും അവൾ ഇങ്ങനെ ഒരു കാര്യം വെറുതെ പറയില്ല. ശാരി, ഞാൻ ഇപ്പൊ തന്നെ ഡിവൈഎസ്പി സാറിനെ വിളിക്കാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി നേരിട്ട് പോയി പരാതി കൊടുക്കാം. കൊള്ളാം, അസലായിട്ടുണ്ട്. നീ ചിരിക്കാതെ കാര്യം പറ ശാരി. ചേച്ചി എന്താ പറഞ്ഞത്? ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കാന്നോ? എന്റെ ചേച്ചി, കള്ളന്റെ ഇനിയും താക്കോൽ ഏൽപ്പിക്കണോ? ഈ ഗൂഢാലോചനയുടെ അസ്ഥിവാരം അയാളാ. അതെ ചേച്ചി, ചേച്ചി അന്വേഷണ ചുമതല ഏൽപ്പിച്ച ഡിവൈഎസ്പി ഐസക് കുരുവിള. അയാള് ഇസബലയുടെ പാപ്പനാ. പാപ്പൻ എന്ന് പറഞ്ഞ അച്ഛന്റെ അനിയൻ. ഇസബല്ലയ്ക്കും കെവിനും വേണ്ടിയിട്ട് അയാളാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈശ്വര, എന്തൊക്കെയാ കേൾക്കുന്നത്? ചേച്ചി, ഇനി എത്രയും പെട്ടെന്ന് വേണ്ടത് നന്ദേട്ടനെ കണ്ടുപിടിക്കാന്നുള്ളതാ. നന്ദേട്ടൻ കൊലപാതകയാണെന്നോ നന്ദേട്ടനെ കുറിച്ചുള്ള മറ്റു പേടികളോ ഒന്നും വേണ്ട. നന്ദേട്ടനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് കാരണക്കാരായ ഓരോരുത്തരെയും പൊക്കണം. ആദ്യം നമ്മുടെ ശിക്ഷ, പിന്നെ മതി നിയമത്തിന് വിട്ടുകൊടുക്കുന്നൊക്കെ. എന്താ ചേച്ചി? പാവം നന്ദു ഈ കുറച്ചു കാലം കൊണ്ട് എന്തുമാത്രം അനുഭവിച്ചു. നന്ദുവിനെ ഈ അവസ്ഥയിൽ എത്തിച്ച ആരെയും വെറുതെ വിടാൻ പാടില്ല. ഈ ഒരു ഭീഷണിയൊക്കെ വെച്ചിട്ടാ നന്ദേട്ടനെ സ്വാധീനിച്ച് കെ നായർക്കുള്ള പ്ലാന്റിന് ചേച്ചിയെ കൊണ്ട് അനുവാദം മേടിച്ചത്. ഇനി അങ്ങോട്ടും അവര് പലതും പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാ.